നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സർ, ഞാൻ പറഞ്ഞില്ലേ, അവര് മനഃപൂർവ്വം പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറയുന്നതാ. സർ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. സാറിന്റെ സമ്മതം കൂടി ഉണ്ടെങ്കിൽ നാളെ മുതൽ ഞാൻ കാര്യങ്ങളൊക്കെ നീക്കി തുടങ്ങാം. എന്താ? ഇവിടുത്തെ വീട്ടില് ഒരു സംഗീത ക്ലാസ് തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുക. ഇതുവരെ ഞാൻ സംഗീതം പഠിച്ചു. ഞാൻ പഠിച്ചതെല്ലാം മറ്റുള്ളവർക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. എനിക്കൊരു സന്തോഷം കിട്ടും. പഠിച്ചതൊക്കെ നമുക്ക് പരിശീലിക്കാലോ. പിന്നെ അത്യാവശ്യം വരുമാനവും കിട്ടും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുമാനമാണല്ലോ പ്രധാനം. അതിനെ കുറിച്ച് പ്രത്യേകിച്ച് ചോദിക്കാൻ എന്താ ഇരിക്കുന്നേ? എത്രയും പെട്ടെന്ന് താൻ തുടങ്ങൂ. വരുമാനം പ്രധാനം തന്നെയാ, പക്ഷെ അതിലും പ്രധാനം തനിക്ക് സംഗീതത്തിൽ നിൽക്കാൻ പറ്റും എന്നുള്ളതാ. ഓക്കെ സർ, അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഞങ്ങള് പരസ്യ വിഭാഗത്തിന്റെ പ്രയാണം തുടങ്ങാണ്. പരസ്യ വിഭാഗവും? മനസ്സിലായില്ല. അത്യാവശ്യം കുറച്ച് നോട്ടീസും പോസ്റ്ററുകളും ഒന്ന് പതിപ്പിക്കണം. ഒരു ഫ്ലെക്സ് എവിടെയെങ്കിലും ഒന്ന് കെട്ടണം. സോഷ്യൽ മീഡിയയിലും അറിയിപ്പ് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ടീമിനെ നാളെ തന്നെ ഇറക്കുന്നുണ്ട്. ടീമോ? എന്ത് ടീം? സാറ് പേടിക്കണ്ട, ഇത് കുഞ്ഞു പിള്ളേരുടെ ടീമാ. അപ്പൂന് ചില കൂട്ടുകാരും അപ്പുറത്തുള്ള ചില കുട്ടികളും ഒക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ കൂടി മതിലും ചുവരിലും ഒക്കെ അറിയിപ്പൊട്ടിക്കുന്നു. അപ്പോ സാറിന്റെ അനുഗ്രഹം എനിക്ക് വേണം. അല്ല, ഇതിൽ ഞാനും കൂടുന്നുണ്ട്. വേണ്ട വേണ്ട വേണ്ട, ഇത് ഞങ്ങള് പിള്ളേരുടെ ഏരിയ. സാർ ക്ലാസ് ഉദ്ഘാടനം ചെയ്താൽ മതി. ചേച്ചി, ഇതെല്ലാം പ്രിന്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കാണിച്ചേ. കൊള്ളാം, അടിപൊളി. കാശൊക്കെ തികഞ്ഞായിരുന്നു അപ്പു? തികഞ്ഞു ചേച്ചി. ഞാനും കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്, നോക്കി. അടിപൊളി അടിപൊളി. അപ്പൊ ദേ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോസ്റ്റർ ഒട്ടിക്കുന്നു. ദേ, നന്നായിട്ട് വെയിൽ കൊള്ളേണ്ടി വരും. നിങ്ങൾക്കൊക്കെ പറ്റുമല്ലോ. ഷാമേച്ചിക്ക് കട്ട സപ്പോർട്ടാ, ഞങ്ങൾ കൂടെ ഉണ്ട്. ഷാമേച്ചിക്ക് ജയ്. ഡാ, ഞാൻ തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കുമല്ല. എന്തായാലും ഷാമേച്ചി ഞങ്ങൾ ജയിപ്പിക്കും, ഉറപ്പാ. അതെ, എല്ലാരും വീട്ടിൽ നിന്ന് പെർമിഷനൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പു, ചേച്ചി വിഷമിക്കണ്ട, ഇതൊക്കെ നമ്മളെ പിള്ളേരാ. ചേച്ചിക്ക് വേണ്ടി ഞങ്ങളങ്ങ് ഇറങ്ങുവാ. പിന്നെ പ്രതിഫലമായിട്ട് തരാനേ എന്റെ കയ്യില് കാശൊന്നുമില്ല. വല്ല ചോക്ലേറ്റോ പഴോ അതൊക്കെ ഉള്ളൂ. അതാണ് ആദ്യം. ഓഹോ, മോളെ ഒട്ടിക്കാനുള്ള പശ റെഡി. മോളെ, ഉച്ചയ്ക്ക് ഞാൻ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി വെക്കും കേട്ടോ. ആയിക്കോട്ടെ. അല്ലേ ചാമേ, ഞാനും കൂടി വരാം. നിങ്ങളെ സഹായിക്കാനല്ല, എല്ലാം കൂടി കണ്ടപ്പോ എനിക്കൊരു രസം. ഞാൻ പറഞ്ഞില്ലേ സാർ, സാറിന്റെ സേവനം ഉദ്ഘാടനത്തിന് മാത്രം മതി. ഇതിപ്പോ ഞാനും അപ്പവും എന്റെ കുട്ടിപ്പട്ടാളവും എല്ലാരും കൂടി ചേർന്ന് ചെയ്യും. അപ്പൊ വാ, സാധനങ്ങളൊക്കെ എടുത്തോ. ഷാമേച്ചിക്ക് ജയ്. ആവേശം കൊണ്ട് വിളിച്ചു പോയതാ. അയ്യോ, ശ്യാമയ്ക്ക് എന്നോട് ദേഷ്യായിരിക്കോ? അവളുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നത്തിനെല്ലാം കാരണം ഞാനാണെന്ന് തോന്നലുണ്ടാവോ? ഇല്ല, എന്റെ അവസ്ഥ അവക്ക് മനസ്സിലാവും. അവള് തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഞങ്ങള് രണ്ടുപേരും ഒരേ തോണിയിലെ യാത്രക്കാരാ. പ്രശ്നവും പ്രതിസന്ധിയൊക്കെ ഒരുപാടുണ്ട് രണ്ടുപേർക്കും.
അർച്ചനയൊക്കെ ചെയ്ത് പ്രസാദവും വാങ്ങി നിൽക്കാം. അപ്പോഴേക്കും അവൾ എത്തുമായിരിക്കും. അഭിരാമി, എനിക്ക് തോന്നിയതാണോ? ഏയ് അല്ല, തോന്നിയതല്ല. പക്ഷെ അവള് അരുണേട്ടാ, ഏട്ടാ, ഏട്ടാ ഏട്ടാ ഏട്ടന് അമ്പലത്തിൽ പോകുന്നൊന്നും പതിവില്ലല്ലോ. അല്ല, അത് പിന്നെ ഞാൻ അഖിലിനെ ശ്യാമയും കാണാനായിട്ട് അങ്ങോട്ട് വരുന്ന വഴിയാ. ഓ, അരുണേട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.